ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്താണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്ത് വരികയായിരുന്നു. അപ്പം അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം നമ്മൾ ക്ലാസ്, ഒബ്ജക്റ്റ്, എൻക്യാപ്സുലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒറിജിനലി പൈത്തണിൻ്റെ നമ്മളൊരു ക്ലാസ് എഴുതിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഷെഫ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ക്ലാസ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ട എന്താണ്, ക്ലാസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഷെഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു റിയൽ വേൾഡ് കാര്യമുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഒരു പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന ക്ലാസ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു ഷെഫ് എന്ന് പറയുന്ന കാര്യം. അതിൻ്റെ അകത്ത് അതിന് കുറച്ച് ഡേറ്റ ഉണ്ട്, പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആക്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗിക്കുന്ന ആക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും ഷെഫ് എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അതൊരു ബ്ലൂ പ്രിൻ്റ് ആണ്, അതൊരു മോഡലാണ്. അപ്പം ആ മോഡലിനെ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അത് ക്ലാസ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളെ, അതായത് ഇൻഗ്രീഡിയൻസിനെയും അതിൻ്റെ ആക്ഷൻസിനെയും എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മളുടെ പൈച്ചാം എടുക്കുന്നു, പൈച്ചാമിൻ്റെ അകത്ത് എടുക്കുന്നു. എന്നിട്ട് പൈത്തണിൻ്റെ അകത്ത് നമുക്ക് ക്ലാസ് ഡിക്ലെയർ ചെയ്യാനുള്ള കീവേഡ് എന്ന് പറയുന്നത് ക്ലാസ് എന്നുള്ളതാണ്. ഓക്കെ, ക്ലാസ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിൻ്റെ പേരെന്താണോ അതാണ് കൊടുക്കേണ്ടത്. നോർമലി നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ക്ലാസ് ഉണ്ടാക്കാൻ പോകുന്നത് ഷെഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ നോർമലി എന്താണോ അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു നെയിം ആയിരിക്കും നല്ലത്. നമ്മൾ ഫംഗ്ഷൻ പഠിച്ച സമയത്തും വേരിയബിൾ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. എല്ലായ്പ്പോഴും ഒരാൾ കാണുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് ഒരൊറ്റൊരു നോട്ടത്തിൽ തന്നെ നമ്മൾ നല്ലൊരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അപ്പോൾ നമ്മളിവിടെ ക്ലാസ് എന്ന് പറയുന്ന സാധനം അതിൻ്റെ അകത്ത് നമ്മൾ എൻക്യാപ്സുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഷെഫിൻ്റെ അകത്തിരിക്കുന്ന ഫംഗ്ഷനാലിറ്റീസ് ആണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഷെഫ് എന്ന് പറയുന്ന പേര് കൊടുക്കുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോളം എന്ന് പറയുന്ന നോർമലി ഇരിക്കുന്ന സാധനം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. പൈത്തണിൻ്റെ അകത്ത് ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഒരേ ഒരു കാര്യം നോക്കാനുള്ളത് നമ്മളുടെ നെയിമിംഗ് കൺവെൻഷനാണ്. ഷെഫിൻ്റെ നമ്മൾ ഓൾറെഡി വേരിയബിൾസും ഫങ്ഷൻസും എല്ലാം പഠിച്ചിരുന്നു. അതൊക്കെ ഡിക്ലെയർ ചെയ്ത സമയത്ത് നമ്മൾ ഇതേപോലെ ഇരിക്കുന്ന സ്മോൾ ലെറ്റർ ഇങ്ങനെയായിരുന്നു നമ്മൾ വേരിയബിൾസിനെ എല്ലാം ഡിക്ലെയർ ചെയ്തിരുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ നെയിം ഡിക്ലെയർ ചെയ്യുന്നത്. ഫംഗ്ഷൻ നെയിം നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ക്യാമൽ കേസിംഗ് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്ത സമയത്ത് എല്ലാം സ്മോൾ ലെറ്റർ ആയിരുന്നു, തുടക്കത്തിലും സ്മോൾ ലെറ്റർ ആയിരുന്നു. 2 വേർഡുകൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് റീഡബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇതേപോലെ അണ്ടർസ്കോർ വെച്ചിട്ടായിരുന്നു, അല്ല? ഇതായിരുന്നു നമ്മൾ നോർമലി വേരിയബിൾസിനും ഫംഗ്ഷൻസിനും നെയിമിംഗ് കൺവെൻഷനായി യൂസ് ചെയ്തിരുന്നത്. അങ്ങനെയല്ല, നമ്മൾ ക്ലാസ് നെയിം വരുന്ന സമയത്ത് അത് യൂസ് ചെയ്യേണ്ടത് ക്യാമൽ കേസിംഗ് ആണ്. ക്യാമൽ കേസിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും, എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 2 വേർഡുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്കോർ ഒന്നും ഇടില്ല. രണ്ടാമത്തെ വേർഡും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മൾ നോർമലി, ഒരു കൺവെൻഷനാണ് അത്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നോർമലി എല്ലാവരും യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഒരു നെയിമിംഗ് കൺവെൻഷൻ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഷെഫ് എന്ന് പറഞ്ഞിട്ട് സി എന്ന് പറയുന്നത് ക്യാപിറ്റൽ കൊടുത്തു, രണ്ടാമത്തെ വേർഡില്ല. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതാക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ടാക്കാം, അല്ലേ? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് മേ ബി ഡ്രൈവർ എന്നെല്ലാം പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കാം. മേ ബി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് സംതിങ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടാക്കാം. അതായത് ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു, കോൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിയൽ വേൾഡ് കാര്യമായിരിക്കും. റിയൽ വേൾഡിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി മാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. നമ്മളെ പ്രോബ്ലം ഉണ്ടാവും, ആ പ്രോബ്ലത്തിനെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോരോ ഇൻഡിവിജ്വൽ പോർഷനും ഓരോരോ ഇൻഡിപെൻഡൻറ്റ് കാര്യമായിരിക്കും, അല്ലേ? നമ്മൾ നേരത്തെ അത് റെസ്റ്റോറൻറ്റിനെ ഡിവൈഡ് ചെയ്ത സമയത്ത് നമ്മൾ ഷെഫ്,
മറ്റേ വെയിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് ഓരോന്നും ഇൻഡിപെൻഡൻറ്റ് കാര്യമാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഓരോരോ ഇൻഡിപെൻഡൻറ്റ് കാര്യത്തിനെയാണ് നമ്മൾ ഓരോരോ ക്ലാസ്സുകളാക്കാൻ പോകുന്നത്. അങ്ങനെയാണല്ലോ നോർമലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ ഓരോരോ ക്ലാസ്സുകളും ഇതേപോലെ റിയൽ വേൾഡിൽ ഇരിക്കുന്ന ഒരു കോൺസെപ്റ്റുമായിട്ട് ഡയറക്റ്റ്ലി മാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പക്ഷെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അങ്ങനെ ഒരു മാപ്പ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പൈത്തണിൻ്റെ അകത്ത് എല്ലായ്പ്പോഴും ഇതൊരു കോൺസെപ്റ്റാണ്. ഇത് അങ്ങനെ നമ്മൾ റൂളൊന്നുമല്ല, പൈത്തണിൻ്റെ അകത്തിരിക്കുന്ന റൂളൊന്നുമല്ല ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ കോഡ് എളുപ്പമാക്കാം എന്നുള്ളതാണ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ ഇതാക്കിയില്ലേ ബ്രേക്ക് ചെയ്യണം. ചില സമയങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു തിങ്ക് ചെയ്തിട്ടായിരിക്കണം ബ്രേക്ക് ചെയ്യേണ്ടത്. ചില സമയത്ത് ക്ലാസ് സംതിങ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാസ്സൊക്കെ എഴുതേണ്ടി വരും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ക്ലാസ് എഴുതാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ജനറലി മോസ്റ്റ് ഓഫ് ദ തിങ് 80% ഓഫ് ടൈമും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിയൽ വേൾഡ് കോൺസെപ്റ്റിന് നമുക്ക് ഡയറക്റ്റ്ലി മാപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ ഉണ്ടാവുക. എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് എഴുതാം. ഇന്നതേ ക്ലാസ് ആയിട്ട് എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് പൈത്തണിൻ്റെ അകത്ത് അങ്ങനെ ഒരു റൂളുമില്ല. അതാണ് ഒരു ഡിഫറൻസ്. ആ മെയിൻ ഡിഫറൻസ് ഒന്ന് പഠിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. അതാണ് ഞാൻ വീണ്ടും ഒന്ന് പറയുന്നത്. അങ്ങനെ റൂളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ നോർമലി അതൊരു കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമായിരിക്കും. ഇങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ക്ലാസ്സുകൾ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? നമുക്ക് ഷെഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മളുടെ ഒരു പ്രോബ്ലം ഉണ്ട്. റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. ഇനി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഷെഫ്, വെയിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന ഷെഫ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മളിവിടെ ക്ലാസ് ആക്കിയിരിക്കുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും ക്ലാസ്സിൻ്റെ അകത്ത് 2 കാര്യങ്ങളുണ്ടാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഷെഫിൻ്റെ കാര്യം നോക്കിയ സമയത്ത് അയാൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നു അല്ലേ? ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന കാര്യമായിരുന്നു. അത് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മളതിനെ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നു. പൈത്തണിൻ്റെ കേസ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നു. നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ക്ലാസ്സിൻ്റെ അകത്ത് ഇങ്ങനെ 2 കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്തെ എന്തായിരുന്നു? ആക്ഷൻസ് ആയിരുന്നു. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഷെഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന തിങ്സ് ടു ഡു, എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ അകത്ത് പറയാൻ പോകുന്നത്. അതിനാവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡേറ്റ എന്ന് ഇൻഗ്രീഡിയൻസിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ എന്നും പറയാം. ആ ഡേറ്റയ്ക്ക് അകത്ത് വർക്ക് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ ആക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഇതിനെ നമ്മൾ മെത്തേഡ്സ് എന്ന് പറയും. ഇൻസ്റ്റൻസിൻ്റെ അകത്ത് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ചേർന്നതായിരിക്കും നോർമലി ഒരു ക്ലാസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തണിൻ്റെ അകത്ത് നമ്മളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ എഴുതേണ്ട കാര്യമുണ്ട്. അവിടെ ഒരു കാര്യം നോക്കണേ, നമ്മൾ ക്ലാസ് എഴുതി ക്ലാസ്സിൻ്റെ അകത്ത് കുറച്ച് ഇൻഡൻറ്റ് ഇട്ടതിന് ശേഷമാണ് ഈ ഫംഗ്ഷൻ എഴുതുന്നത്. അതായത് ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എന്ന്. ഇൻഡൻറ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഇൻഡൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോഴേ മാത്രമേ ഇത് ക്ലാസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു മെത്തേഡായിട്ട് എടുക്കത്തുള്ളൂ. അപ്പം ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഡെഫ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമ്മൾ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഈ നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്, ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ വേണം. അതെന്ന് പറയുന്നത് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. നിങ്ങളെല്ലായ്പ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന നെയിം തന്നെ യൂസ് ചെയ്യണേ. വേറെ നെയിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതൊരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അത് തന്നെ നമുക്ക് യൂസ് ചെയ്യണം. ഈ ഫംഗ്ഷന് നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതവിടെ വെക്കട്ടെ, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അതെന്താണെന്നുള്ളത്. അപ്പം ഈ ഇന്നിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് നമുക്ക് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റൻസിൻ്റെ വേരിയബിൾസ് ആയിട്ട് എടുക്കും എന്നാണ് പൈത്തൺ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ടീ ബാഗ്സ്, നമ്മളിപ്പോൾ ഇവിടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ രീതിയിലായിരുന്നു. ഷെഫിന് ഇത്രയും കാര്യങ്ങൾ അയാളുടെ കയ്യിലുണ്ട്. ഷുഗർ ക്യൂബ്സ്, മിൽക്ക്, ടീ ബാഗ്സ് എന്ന് പറയുന്നത് അതതിൻ്റെ കൗണ്ടാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഷുഗർ ക്യൂബ്സ്, മിൽക്ക്, ടീ ബാഗ്സ്, ഇത്ര കൗണ്ട് ഈ ഷെഫിൻ്റെ കയ്യിലുണ്ട്. അത് ഉപയോഗിച്ചിട്ട് അയാൾ പ്രിപ്പയർ ടീ എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചെയ്യുന്നു എന്നുള്ള ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ക്ലാസ് ആക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, ഷുഗർ ക്യൂബ്സ്, ടീ ബാഗ്സ്. അപ്പം നമ്മളിവിടെ ടീ ബാഗ്സ് 0 ആണെന്ന് പറയുന്നു. നമ്മൾ ഷുഗർ ക്യൂബ്സ് 0 ആണെന്ന് പറയുന്നു. ഡെഫിനറ്റ്ലി
മിൽക്ക് എന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ്. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഫംഗ്ഷൻ പഠിച്ച സമയത്ത് നമുക്ക് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസിന്, അതായത് ലോക്കൽ വേരിയബിൾസിന് ഇൻസ്റ്റൻസിൻ്റെ പാർട്ടായിട്ടിരിക്കുന്ന വേരിയബിൾ അല്ല, ലോക്കൽ അതായത് ആ ഫംഗ്ഷന് മാത്രം ആവശ്യമുള്ള കാര്യം. ഈ വേരിയബിൾസ് എന്താണ്? ഈ വേരിയബിൾസ് എന്ന് പറയുന്നത് ഈ എൻ്റയർ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള വേരിയബിൾസ് ആണ്, അല്ലേ? ആ ക്ലാസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ്. അതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വേറൊരു വേരിയബിളിനെയും പഠിച്ചിരുന്നു, അല്ലേ? ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമുള്ള വേരിയബിൾ, ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലോക്കൽ വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനെ ലോക്കൽ വേരിയബിളും ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഏതാണ്, ലോക്കൽ വേരിയബിൾ ഏതാണ് എന്ന് പൈത്തണിന് തിരിച്ചറിയാൻ പറ്റത്തില്ല, അല്ലേ? അപ്പം അങ്ങനെ അതായത് നമ്മൾ ഇത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ, ഒരു ഡിഫറൻസും ഇല്ല ഇവർ രണ്ടുപേരും തമ്മിൽ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈത്തൺ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇൻസ്റ്റൻസിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻ്റെ അകത്തും ഒരു സ്പെഷ്യൽ പാരാമീറ്റർ ആദ്യത്തെ പാരാമീറ്ററായിട്ട് കൊടുത്തു വിടണം എന്നുള്ളൊരു റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് റൂൾ ഉണ്ടാക്കിയത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂസ് ചെയ്തിട്ട്, ഇതെന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് തന്നെയാണ് എന്നാണ് പൈത്തൺ ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റ് തന്നെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വരും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇതിനെ തന്നെ ഒന്ന് പോയിന്റ് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒബ്ജക്റ്റിൻ്റെ അകത്താണ് ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സെൽഫ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് സെൽഫ് ഡോട്ട് ടി ബാഗ്സ് എന്നാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ അത് ഇൻസ്റ്റൻസിൻ്റെ വേരിയബിൾ ആയിട്ട് എടുത്തോളും. ഇനി നമ്മൾ അങ്ങനെ സെൽഫ് ഒന്നും പറയാതെയാണ് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അത് അതിൻ്റെ ഫംഗ്ഷൻ്റെ ഉള്ളിലിരിക്കുന്ന ലോക്കൽ വേരിയബിളുമായിട്ടും എടുത്തോളും. ഓക്കെ, അപ്പോൾ നമ്മൾ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇനീഷ്യലി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിത് വീണ്ടും വീണ്ടും പറയുമ്പം നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആയിക്കോളും, സെൽഫ് എന്ന് പറയുന്ന സാധനം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിളെ ഒരു പൈത്തണിൻ്റെ അകത്ത് ഉണ്ടാക്കേണ്ടത്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ 3 ഇൻസ്റ്റൻസ് വേരിയബിളുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് സെൽഫ് ഡോട്ട് നമ്പർ എന്ന് പറയാത്തത് കൊണ്ട് ഇത് ഈ ഫംഗ്ഷൻ്റെ അകത്തിരിക്കുന്ന ഒരു ലോക്കൽ വേരിയബിൾ ആയിട്ട് മാത്രമേ എടുക്കത്തുള്ളൂ. അത് ഈ എൻ്റയർ ഇൻസ്റ്റൻസിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഫംഗ്ഷനും കൂടി ഡിക്ലെയർ ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കാം. നമുക്ക് ഒരു ആക്ഷൻ, അല്ലേ? ഇത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. ഇതിൻ്റെ ആക്ഷൻ ഒന്നുമല്ല. ഇത് നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ്. അതിന് വേറെയും കുറേ ആവശ്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ ഒരു പോർഷൻസ് എത്തുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇൻസ്റ്റൻസ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ init _init__ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കണം. അതിൻ്റെ അകത്ത് സെൽഫ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസിനെ ഉണ്ടാക്കിയിടാം. ഇനി നമ്മൾ ഒരു ഫംഗ്ഷനും കൂടി ആഡ് ചെയ്യണം. അതായത് ഈ ഷെഫ് എന്ന് പറയുന്ന കാര്യം ചെയ്യുന്ന ഒരു ആക്ഷൻ. ആ ആക്ഷൻ എന്താണ്? പ്രിപ്പയർ ടീ. ഷെഫ് പ്രിപ്പയർ ടീ ചെയ്യുമല്ലോ, അല്ലേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയുള്ള ആക്ഷൻസിനെ നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്ത് വെക്കാം. ഇതിനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൻ്റെ മെത്തേഡുകൾ എന്ന് വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇതിനെ ഇൻസ്റ്റൻസ് വേരിയബിൾസും ഇത് ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന മെത്തേഡുകളുമാണ്. അപ്പം ഇത് ഇപ്പം എന്തായി? നമ്മൾ കോൺസെപ്റ്റ് വൈസ് പറഞ്ഞിരുന്ന കാര്യങ്ങളും, അതായത് ഡാറ്റ, ആ ഡാറ്റയിൽ വർക്ക് ചെയ്യുന്ന ആക്ഷൻസ്, അല്ലേ? നമ്മളിവിടെ ഡാറ്റ ഡിക്ലെയർ ചെയ്തു, ഷെഫിൻ്റെ അകത്തിരിക്കുന്ന ഡാറ്റ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ അകത്തിരിക്കുന്ന ആക്ഷൻസും ഡിക്ലെയർ ചെയ്തു. നിങ്ങൾക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഫങ്ഷൻസ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകാം. അതായത് ആ ഷെഫിന് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളായിരിക്കും മേ ബി ഇങ്ങനെ വരുന്നത്, അല്ലേ? പ്രിപ്പയർ മീൻ കറിയെന്നോ അങ്ങനെ എന്തെങ്കിലും. അതായത് നിങ്ങൾ എന്ത് കോൺസെപ്റ്റിനെയാണോ നിങ്ങൾ ക്ലാസ് ആക്കി എഴുതുന്നത് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ആക്ഷൻസ് ആയിരിക്കും നോർമലി ഇങ്ങനെ എഴുതി പോകുന്നത്. ഈ പറയുന്നതെല്ലാം നോർമലി എന്നുള്ളതാണ്. ഞാൻ ഒന്നും കൂടി ആ പോയിന്റ് പറയാണ്. ഇതൊന്നും റൂൾ ഒന്നുമല്ല. ഇത് ജസ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡിൻ്റെ ഒരു വേയോ അല്ലെങ്കിൽ സ്ട്രക്ചർ ചെയ്യേണ്ട ഒരു വേ മാത്രമാണ്. അത് ഇങ്ങനെയൊക്കെയാണ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോഡ് എളുപ്പമാകും എന്നുള്ള ഒരു ഗൈഡ് ലൈൻ ആയിട്ടൊക്കെ എടുത്താൽ മതി നമുക്ക്. അതൊരു റൂളല്ല. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിലും ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എഴുതിടാം. പക്ഷെ അതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡിൻ്റെ അകത്ത് നിന്ന് നമ്മൾ കുറച്ച് വ്യതിചലിച്ച് പോവുകയാണ് എന്നൊക്കെ പറയാം. അതിൻ്റെ ഗൈഡ് ലൈനിനെ ബ്രേക്ക് ചെയ്യാണ് എന്നൊക്കെ പറയാം അതിന് വേണമെങ്കിൽ.
ബ്രേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഫംഗ്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ഫംഗ്ഷൻ എഴുതി. ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ മെത്തേഡ് ക്ലാസ് മെത്തേഡ് എഴുതിയപ്പോൾ സമയത്തും നിങ്ങളൊരു കാര്യം നോക്കിയിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി അതൊരു ഫംഗ്ഷനാണ്. അതിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനും ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സെൽഫാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് എത്ര മെത്തേഡ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ഫസ്റ്റത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സെൽഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആർഗ്യുമെന്റ് ആയിരിക്കും. ആ സെൽഫ് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് എന്താണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടി ബാഗ് എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിനെ ഈ ഫംഗ്ഷൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ഇവിടെ അവൈലബിൾ ആയിരിക്കും. കാരണം എന്താണ്, ഈ പറഞ്ഞിരിക്കുന്നത് ഇൻസ്റ്റൻസ് വേരിയബിൾ ആണ്. ആ ഇൻസ്റ്റൻസ് വേരിയബിൾ ഈ ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫംഗ്ഷൻ്റെ അകത്തും അത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. പക്ഷെങ്കിൽ അത് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അതിൻ്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് കൊടുത്തു വിടേണ്ടതുണ്ട്. അതിനുശേഷം സെൽഫ് ഡോട്ട് ടി ബാഗ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ആഡ് ചെയ്ത ഇൻസ്റ്റൻസ് വേരിയബിളിനെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ലോജിക്ക്, ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു, ഒരു തവണ പ്രിപ്പയർ ടീ ചെയ്യുന്ന സമയത്ത് ടീ ബാഗ് 1 കുറയും, ഷുഗർ ക്യൂബ്സ് 2 കുറയും, മിൽക്ക് 1 കുറയും എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ഒന്ന് ഒരു സിമ്പിൾ ലോജിക്ക് നമ്മൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, പർസ് വേണ്ടേ? ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ 2 കാര്യങ്ങളും ചെയ്തു. ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കി, ഫങ്ഷൻസും ഉണ്ടാക്കി. ഇനി നമുക്ക് ചുമ്മാ ഒരു ഫംഗ്ഷനും കൂടി ഒന്ന് ആഡ് ചെയ്തുവിടാം. ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനും കൂടി. അപ്പം നിങ്ങൾ ഫംഗ്ഷൻ എത്ര വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയിടാം. ഈ റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഷെഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ബാക്കിയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഷെഫ് എന്ത് ചെയ്യും, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റിപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റത്തെ ക്ലാസ്സിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്ക് എന്നെ ഉദ്ദേശിച്ചാവാം, നിങ്ങൾ ഇങ്ങനെ ഫംഗ്ഷൻസ് ആഡ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഇൻസ്റ്റൻസ് വേരിയബിൾ ആഡ് ചെയ്ത് പോവാം. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു കോൺസെപ്റ്റിനെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിലോട്ട് എഴുതി അതിനെ പെർഫെക്ഷൻ ആക്കുന്നത്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആ ഡേറ്റ അതിൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. ആ ഡേറ്റയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന ഫങ്ഷൻസും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഡേറ്റയും അതിൻ്റെ ആ ഡേറ്റേൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളെയും ഒരു പർട്ടിക്കുലർ എൻറ്റിറ്റിക്കകത്തേക്ക്, ഇവിടെയാണെങ്കിൽ ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. എൻകാപ്സുലേഷൻ്റെ ഗുണം നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അങ്ങനെ മെസ്സപ്പ് ആവത്തില്ല. ഡേറ്റ എവിടേക്കാണ് മോഡിഫൈ ചെയ്യുന്നത് എന്നുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ മാത്രം നോക്കിയാൽ മതി. ടി ബാഗ്സ് എന്ന് പറയുന്ന ഡേറ്റ എവിടെയൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൻ്റെ അകത്തിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം നോക്കിയാൽ മതി. വേറെ എവിടെയും മോഡിഫൈ ചെയ്യില്ല. അത് ഫോളോ ചെയ്യുമ്പോഴാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്ന ആ ഒരു സാധനം നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലാണ്. പൈത്തൻ്റെ അകത്ത് ബേസിക്കലി അത് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. ഞാനത് അവസാനത്തിലേക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എൻകാപ്സുലേഷൻ അത് ഫോഴ്സ്ഫുള്ളായിട്ട്, അതായത് C++ പോലുള്ള ഒരു ലാംഗ്വേജ് പോലെ ഫോഴ്സ്ഫുള്ളായിട്ടൊന്നും ആ പറഞ്ഞിരിക്കുന്ന എൻകാപ്സുലേഷൻ പൈത്തൻ്റെ അകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോൻ്റെ ലാസ്റ്റിലൊന്ന് ആ പോയിന്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ ഇത്രയും പോർഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ, നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ റിയൽ ആയിട്ട് പണിയെടുക്കാനുള്ള ഒബ്ജക്ട്സിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പോലെ ഷെഫ് എന്ന് പറയുന്ന ഒരു സാധനം ഇയാൾ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രമേ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഒറിജിനലി പണിയെടുക്കുന്നവരെ ഉണ്ടാക്കണം അല്ലേ. ഷെഫ് എന്ന് പറയുന്ന സാധനം തോമസ് ആയിരിക്കും ഒറിജിനലി പണിയെടുക്കുന്നത്. തോമസ് എന്താണ്? തോമസ് ഒരു ഷെഫാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. അതേപോലെ തന്നെ ജെയിൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞിരിക്കുന്ന 2 ഒബ്ജക്റ്റുകളെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്ന് നോക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈത്തൺ മുകളിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് വരികയാണല്ലോ ചെയ്യുക. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതൊന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് ഒന്ന് അവിടെ ഉണ്ട് എന്ന് എടുത്ത് വെക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ വന്നിട്ട് നമ്മൾ ഒരു ഷെഫിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഷെഫിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഷെഫ് ഓഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഫംഗ്ഷൻ വിളിക്കുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലിരിക്കുന്ന ഒരു ഫംഗ്ഷൻ നൊട്ടേഷനാണ് ഇവന് വേണ്ടത്. ഓക്കെ, ഷെഫ് ഓഫ് എന്നാണ്. ഷെഫ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈത്തൺ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഷെഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഇവിടെ നമ്മൾ എന്താണോ നെയിം പറഞ്ഞിരിക്കുന്നത് ആ നെയിമിലിരിക്കുന്ന ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ ആ റിട്ടേൺ ചെയ്തു തരുന്ന ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യാം? നമുക്കൊരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്തു വെക്കാം.
അപ്പം നമ്മൾ എന്ത് ചെയ്തു? തോമസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഇപ്പം എന്ത് ചെയ്തു? നമ്മൾ ഒരു പൈത്തണിൻ്റെ അകത്ത് ഷെഫ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒബ്ജക്റ്റുകളെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഷെഫ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വേറൊരു ഒബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. അതിന് ഞാൻ എന്ത് ചെയ്തു? ജെയിൻ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തേക്ക് എടുത്തു വെച്ചു. ഓക്കെ. ഓക്കെ. അപ്പം നമ്മളിവിടെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഒബ്ജക്റ്റുകളെയും ക്രിയേറ്റ് ചെയ്തു, ക്ലാസ്സിനെയും നമ്മൾ ക്രിയേറ്റ് ചെയ്തു, ഒറിജിനലി പണിയെടുക്കേണ്ട ഒബ്ജക്റ്റുകളെയും നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് പൈത്തണിൻ്റെ അകത്ത് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നതും ആ ക്ലാസ് ഉപയോഗിച്ച് ഒബ്ജക്റ്റുകളെ ഉണ്ടാക്കേണ്ടതും. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് സ്റ്റാറ്റസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കൊണ്ട് ഓരോരോ പണി എടുപ്പിക്കണമല്ലോ അല്ലേ? അപ്പോൾ പണി എടുപ്പിക്കേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്ന ഫംഗ്ഷനെ വിളിക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെ ഫംഗ്ഷനെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിരിക്കുന്ന തോമസിനെ കൊണ്ട് ആണ് പണിയെടുപ്പിക്കേണ്ടതെങ്കിൽ തോമസിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് അതിൻ്റെ അകത്തിരിക്കുന്ന റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന എന്താണോ ആക്ഷൻ, ആ ആക്ഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ വിളിച്ചു വിട്ടാൽ മതി. അപ്പോൾ പൈത്തൺ എന്ത് ചെയ്തോളും? ഇവിടെ തോമസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തോമസ് എന്ന് പറയുന്നത് ഷെഫ് എന്ന് പറയുന്ന ക്ലാസ് ആണെന്ന് പൈത്തൺ അറിയാം. അങ്ങനെയാണെങ്കിൽ ഡോട്ട് റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പൈത്തൺ നേരെ ഈ ഫംഗ്ഷനെ വിളിച്ചു പോകും. ഈ ഫംഗ്ഷനെ വിളിച്ചു പോകുന്ന സമയത്ത് പൈത്തൺ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സെൽഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ടല്ലോ അല്ലേ, അത് ഈ തോമസിനെ ആയിരിക്കും കൊടുത്തു വിടുക. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇത് വിളിച്ചു പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കും, അതിൻ്റെ അകത്തേക്ക് ഈ തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കൊടുത്തു വിടും. ഓക്കെ. തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിനെ കൊടുത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സെൽഫ് ഡോട്ട് ടീബാഗ്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ തോമസിൻ്റെ അകത്ത് എന്താണോ ടീബാഗ്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത് അതായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഓക്കെ. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഇവിടെ ഇതിലാക്കാം. അതായത് ഇത്ര ടീ ബാഗ്സ്, ഇത്ര ഷുഗർ ക്യൂബ്സ്, ഇത്ര മിൽക്ക്, ഇതെല്ലാം തോമസിനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തോമസിന് ഇത്രയും കാര്യങ്ങൾ അല്ലേ, ഇത്രയും കാര്യങ്ങളായിരിക്കും ഏത് ഒബ്ജക്റ്റും ഉണ്ടാവുക. ഷെഫ് എന്ന് പറയുന്ന മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത്രയും വേരിയബിൾസ് ആയിരിക്കും, ഇൻസ്റ്റൻസ് വേരിയബിൾ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്ന ആ മോഡലിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ മോഡൽ വെച്ച് അല്ലെങ്കിൽ ആ ക്ലാസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഏതൊരു ഒബ്ജക്റ്റിൻ്റെ അകത്തും ഇത്രയ്ക്കും ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ടാവും. അതായത് തോമസിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാവും, ജെയിൻ്റെ അകത്തും ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാവും. രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കോപ്പീസ് ആയിരിക്കും. അപ്പം നമ്മൾ തോമസിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തായിരിക്കും റിഫ്ലക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുനിന്നായിരിക്കും കുറയോ കൂടുകയോ അല്ലെങ്കിൽ മോഡിഫൈ ആവുന്നത്. അത് ജെയിൻ എന്ന് പറയുന്നതിനെ എഫക്റ്റ് ചെയ്യത്തേയില്ല. ജെയിന് സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കോപ്പി ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജെയിൻ ഡോട്ട് അല്ലെങ്കിൽ ജെയിനിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ജെയിൻ്റെ അകത്തിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കാര്യത്തിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തായിരിക്കും അത് റെഡ്യൂസ് ആവുന്നതും കാര്യങ്ങളെല്ലാം മോഡിഫൈ ആവുന്നതും. ഇത് രണ്ട് പേർക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്ന കോപ്പീസ് ഉണ്ടാവും എന്നുള്ള ഒരു പോയിൻ്റാണ്. ക്ലാസ് 1 ആണെങ്കിലും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ രണ്ട് പേർക്കും ഓരോരോ കോപ്പി വെച്ചിട്ട് ഉണ്ടാവും. ഓക്കെ. ഇനി നമുക്ക് ഇവിടെ ചെറുതായിട്ടൊരു ചേഞ്ചും കൂടി വരുത്താം അല്ലേ. അതായത് നമ്മളിപ്പം റിയൽ വേൾഡിൻ്റെ അകത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തോമസ് എന്ന് പറയുന്ന ഒരു ഷെഫിൻ്റെ ഒബ്ജക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും തോമസ് എന്ന് പറയുന്ന ഷെഫിനെ ആരായിരിക്കും ഉണ്ടാക്കുന്നത്? ഒരു സൂപ്പർവൈസർ ആയിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ സൂപ്പർവൈസർ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ പറഞ്ഞിരിക്കുന്ന തോമസ് ഇത്ര ടീ ബാഗ്സ്, ഇത്ര മിൽക്ക്, ഇത് ഇത്ര എണ്ണം നിങ്ങൾക്ക് ഇന്ന് തരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കും അയാളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. റിയൽ വേൾഡ് കോൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇനീഷ്യലി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ, ഇതിപ്പോൾ എല്ലാം ടീ ബാഗ്സും ഷുഗർ ക്യൂബ്സും മിൽക്കും എല്ലാം 0 ആണല്ലോ അല്ലേ. അതങ്ങനെ 0 വെച്ചിട്ടായിരിക്കില്ലല്ലോ നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇത്ര ടീ ബാഗ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു വിടും. അങ്ങനെ കൊടുത്തു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈത്തൺ ക്ലാസ്സിൻ്റെ അകത്ത് അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം? അതായത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു വിടാം. ഇതെന്ന് പറയുന്നത് നോർമലി ഒരു ഫംഗ്ഷൻ വിളിക്കുന്നത് പോലെ തന്നെയാണ് ഈ സംഭവിക്കുന്നത്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എത്ര ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സിനെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിങ്ങനെ കൊടുത്തു വിടാൻ പറ്റും. ഓക്കെ. ഞാനത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ടി ബാഗ് ആർക്ക് എന്ന് കൊടുക്കുന്നു, ഷുഗർ ആർക്സ് എന്ന് കൊടുക്കുന്നു,
മിൽക്ക് ആർക്സ് എന്ന് കൊടുക്കുന്നു. ഓക്കെ. അപ്പം ഈ ഇന്നിറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതി. അതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് അതിൻ്റെ അകത്താണ് നമ്മൾ ഇൻസ്റ്റൻസ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഇന്നിറ്റിനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പൈത്തൺ ഓട്ടോമാറ്റിക്കലി ഈ ഇന്നിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പൈത്തൺ ഇന്റേണലി നമ്മളിവിടെ കാണാനായിട്ടാണ് പൈത്തൺ ഇന്റേണലി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടാവും. അപ്പം ആ ഫംഗ്ഷന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ്, അതായത് നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ അകത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഫംഗ്ഷന് ആർഗ്യുമെന്റ്സ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ആർഗ്യുമെന്റ്സിൻ്റെ അകത്തേക്ക് എന്തൊക്കെ വാല്യൂസ് ആണോ പോവേണ്ടത് അതിവിടെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. നോർമലി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണോ ആർഗ്യുമെന്റ്സ് കൊടുത്തു വിടുന്നത് അങ്ങനെയാണല്ലോ അല്ലേ ഫംഗ്ഷൻ നോർമലി വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതേപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെയുള്ള ഒരു ചെറിയ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്നിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വിളിക്കേണ്ട കാര്യമില്ല. ഇന്നിറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ടിമാക്സ് ഇത്ര ഷോ ക്യാപ്സ് അങ്ങനെ പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല. പൈത്തൺ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഇന്റേണലി തന്നെ വിളിച്ചുകൊള്ളും. ഓക്കെ. ഇന്റേണലി വിളിക്കുമ്പം അവൻ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കോഡ് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഷെഫ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലേ. ആ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് ഈ സാധനങ്ങളൊക്കെ വിളിച്ചിട്ട് അവൻ ഇന്നിറ്റ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വിളിക്കും. അപ്പം നമ്മൾ ഇവിടെ എന്താണോ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ആ ഓരോരോ സാധനങ്ങളും ഈ ഓരോരോ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ. ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനം പഠിക്കണേ. ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ലെങ്കിൽ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യണം. ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇന്നിറ്റ് എന്ന് പറയുന്നതിനെ ഞാൻ വിളിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഇന്നിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. അത് പൈത്തൺ ഇന്റേണലി തന്നെ വിളിച്ചുകൊള്ളും. എപ്പോൾ വിളിക്കും, ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് വിളിക്കുകയുള്ളും. അപ്പോൾ ഒബ്ജക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഈ ക്ലാസ്സിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് എല്ലാം അവൻ ഈ പറഞ്ഞിരിക്കുന്ന ആർഗ്യുമെന്റ്സിൻ്റെ അകത്തേക്ക് കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇത് വെച്ചിട്ട് ഇവിടെ ഇനീഷ്യലൈസ് ചെയ്യുന്നു ഓരോ. ഓക്കെ. നമ്മൾ കോൺസെപ്റ്റ് വൈസും കാര്യങ്ങൾ റെഡിയായി അല്ലേ. നമ്മൾ ഷെഫ് എന്ന് പറയുന്ന സാധനത്തെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പറഞ്ഞിരിക്കുന്ന ആൾക്ക് വേണ്ട ഡാറ്റ കൂടി കൊടുത്തു വിടുന്നു. ഇതിങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നിറ്റ് എന്ന് പറയുന്നതിന് ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആർഗ്യുമെന്റ്സ് എന്താണ്, ആർഗ്യുമെന്റ്സ് തന്നെ കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഞാനിവിടെ അത് കാണിച്ചു തന്നത് അങ്ങനെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ കൊടുക്കാനുള്ള ഓപ്ഷൻ വഴി നമുക്ക് ഒരു കോൺസെപ്റ്റിൻ്റെ പെർഫെക്ഷനും കൂടി നമുക്ക് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും അല്ലേ. നോർമലി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും അതിൻ്റെ അകത്തിരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം എന്നുള്ളതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് ക്ലാസ് വെച്ചിട്ട് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നിറ്റിൻ്റെ അകത്ത് ആർഗ്യുമെന്റ്സ് ആയിട്ട് കൊടുത്തു വിടാം, എന്നിട്ട് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ്സ് കൊടുത്തു വിടാം. ഓക്കെ. അപ്പം എന്ത് സംഭവിച്ചു, ഇവിടെ നമ്മൾ 10 എന്ന് കൊടുത്തു വിട്ടു. ഷെഫ് ജെയിനിൻ്റെ അകത്ത് ജെയിനിന് കുറച്ചും കൂടെ കുറവാണ് അന്ന് ടീസ് ഉണ്ടാക്കേണ്ടത് എന്ന് വിചാരിക്കാം. കുറച്ചും കൂടെ കുറവ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അന്ന് കൊടുത്തു വിട്ടിരിക്കുന്നത്. തോമസിന് 10 ഉണ്ട്, ജെയിനിന് 5 ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം നമ്മളിത് ഓരോരോ തവണ ഇപ്പം എന്താ സംഭവിച്ചിട്ടുണ്ടാകുക, തോമസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തോമസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ ഇന്നിറ്റ് വിളിച്ചു. ഇന്നിറ്റ് വിളിച്ചിട്ട് അവൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ അകത്തേക്കും അവൻ ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ കൊടുത്തുവിട്ട സാധനങ്ങൾ എടുത്തു വെച്ചു. അപ്പോൾ തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വിളിച്ച സമയത്ത് തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റാണ് ഷെഫ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പം ഷെഫിൽ ഇത്രയും ഇൻസ്റ്റൻസ് വേരിയബിൾ പറഞ്ഞുകൊണ്ട് തോമസിൻ്റെ അകത്തും അത്രയും ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടായിരിക്കും. ആ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ വാല്യൂ എന്തായിരിക്കും, നമ്മൾ ഈ 10 ആയിരിക്കും തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ കേസിലാണ്. ഇനിയിപ്പോൾ ജെയിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ 5 കൊടുത്തു വിട്ടത്. ഈ 5 ഈ ഇന്നിറ്റിൻ്റെ, അതായത് ജെയിനിൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 5 ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ 5നെയാണ് ജെയിനിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ. 2 ഇൻസ്റ്റൻസ് വേരിയബിൾ, 2 പേർക്കും അവരുടേതായ കോപ്പി ഓഫ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ടായിരിക്കും.
ഇനിയിപ്പോൾ നമ്മൾ റിപ്പോർട്ട് സ്റ്റാറ്റസ് ചെയ്തപ്പം എന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്? റിപ്പോർട്ട് സ്റ്റാറ്റസിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് വന്നിട്ടുണ്ടാവും. ആ ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ടീ ബാഗ്സും ഷുഗർ ക്യൂബ്സും മിൽക്കുമാണ് നമ്മൾ പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ തോമസ് ഡോട്ട് റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വിളിക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഫംഗ്ഷൻ ഈ റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് എന്തിനെ ഡോട്ട് ഏത് ഒബ്ജക്റ്റിനെ ഉപയോഗിച്ചിട്ടാണോ റിപ്പോർട്ട് സ്റ്റാറ്റസ് വിളിച്ചിരിക്കുന്നത് ആ ഒബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടാവും. അത് നമുക്ക് സെൽഫിൽ അവൈലബിൾ ആയിരിക്കും. ആ സെൽഫ് ഡോട്ട് ടി ബാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന തോമസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ടി ബാഗ്സിനെ ആയിരിക്കും അവനെടുത്ത് പ്രിന്റ് ചെയ്ത് വരിക അല്ലേ? ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജെയിനിൻ്റെ റിപ്പോർട്ട് സ്റ്റാറ്റസും വിളിക്കാം അല്ലേ? എന്താ ഷുവർ. കാരണം എന്താണ്? ജെയിൻ എന്ന് പറയുന്നതും ഷെഫ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജെയിനിൻ്റെയും റിപ്പോർട്ട് സ്റ്റാറ്റസ് വിളിക്കാം. അപ്പോൾ തോമസിൻ്റെ റിപ്പോർട്ട് സ്റ്റാറ്റസ് വിളിക്കുമ്പോഴും ജെയിനിൻ്റെ റിപ്പോർട്ട് സ്റ്റാറ്റസ് വിളിക്കുമ്പോഴും എന്തായിരിക്കും ഡിഫറൻസ് ഉണ്ടാകുക? ജെയിനിൻ്റെ ആണ് വിളിക്കുന്നതെങ്കിൽ റിപ്പോർട്ട് സ്റ്റാറ്റസ് വിളിക്കുമ്പം ഈ സെൽഫിൽ എന്തായിരിക്കും ഉണ്ടാകുക? ജെയിൻ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആയിരിക്കും. ജെയിൻ ഒബ്ജക്റ്റ് ഡോട്ട് ടി ബാഗ്സ് എന്ന് വിളിച്ചാൽ ജെയിനിൻ്റെ കോപ്പി അതായത് ഇൻസ്റ്റൻസ് വേരിയബിൾ എന്താണോ അതായിരിക്കും കിട്ടുന്നത് അല്ലേ? ആ ഇൻസ്റ്റൻസ് വേരിയബിളിനെ നമ്മളിവിടെ രണ്ടായിട്ട് പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം തോമസ് ഡോട്ട് റിപ്പോർട്ട് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ബാഗ്സ് 10ഉം ജെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ഉം ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ അത് അങ്ങോട്ട് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് വേരിയബിളിലോട്ട്. പ്യുവർലി ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. കൺസെപ്റ്റ് വൈസ് നമുക്ക് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റൺ ചെയ്ത് ഓക്കെ. കണ്ടില്ലേ 10 10 10 5 5 5. ഇത് ജസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ഒബ്ജക്റ്റും ആ ഒബ്ജക്റ്റിൻ്റെ അകത്ത് നമ്മൾ ക്ലാസ്സിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഉണ്ടാവും. പക്ഷേങ്കിൽ അത് സെപ്പറേറ്റ് കോപ്പീസ് ആയിരിക്കും. ഒന്നിൻ്റെ അകത്ത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതിൻ്റെ അകത്ത് അത് റിഫ്ലക്റ്റ് ആവത്തില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് പ്രിപ്പയർ ടീ അതായത് തോമസിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ടീ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? പ്രിപ്പയർ ടീ വിളിച്ചു. ഈ തോമസിൻ്റെ അകത്ത് പ്രിപ്പയർ ടീ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വിളിക്കും. സെൽഫിൻ്റെ അകത്ത് തോമസ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? നമ്മൾ സെൽഫ് ഡോട്ട് ടി ബാഗ്സ് -1 എന്ന് പറഞ്ഞിട്ട് ടി ബാഗ്സിലോട്ട് തന്നെ എടുത്തു വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കും? ടി ബാഗ്സിൻ്റെ അകത്ത് നിന്ന് 1 കുറഞ്ഞിട്ടുണ്ടാവും. ആരെ ടി ബാഗ്സിൻ്റെ അകത്ത് നിന്ന്? ഇവിടെ സെൽഫായിട്ട് വന്നിരിക്കുന്നത് തോമസ് ആണ്. തോമസിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ പർട്ടിക്കുലർ ടി ബാഗ്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ അകത്ത് നിന്നായിരിക്കും കുറഞ്ഞിട്ടുണ്ട്. ജെയിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല അല്ലേ? 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പീസ് തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഷുഗർ ക്യൂബ്സ് 2 എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. ഇനി സ്വാഭാവികമായിട്ടും നമുക്ക് ഈ 2 പേരെയും നമുക്ക് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ഓക്കെ, 2 പേരെയും ഒന്നുകൂടെ വിളിക്കുന്നു. ഒന്നും കൂടെ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലല്ലേ? തോമസിൻ്റെത് 9 8 9 ആയി. ജെയിൻ്റെ അകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം ഇനീഷ്യലി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അത് തന്നെയാണ്. ഇവിടെ ജസ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ കോപ്പിയാണ്. ഒരാളുടേത് മാറ്റിക്കഴിഞ്ഞാൽ മറ്റേ ആൾ എഫക്റ്റ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ഷെഫിൽ കാണുന്ന സമയത്ത് അതൊരു സിംഗിൾ ആണെന്ന് തോന്നുകയാണെങ്കിലും ഇതിൻ്റെ അകത്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകൾക്ക് അവരുടേതായ മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഡാറ്റ കോപ്പി, അല്ലെങ്കിൽ അവരുടേതായ ഇൻസ്റ്റൻസ് വേരിയബിളിൻ്റെ കോപ്പി ഉണ്ട് എന്നുള്ള കാര്യമാണ്. നിങ്ങളിതൊന്ന് കൂടുതലൊന്ന് വർക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പല ഫങ്ഷൻസും എല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ബോധം വരും. ഷെഫ് ഒരു മോഡലാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കാര്യമാണ്. ആക്ച്വൽ കാര്യത്തിൻ്റെ അകത്താണ് ഇൻസ്റ്റൻസ് വേരിയബിൾസിൻ്റെ കോപ്പീസ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 2 പേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പീസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതെല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഒബ്ജക്റ്റുകൾക്കും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡേറ്റയും ഉണ്ടാവും, എല്ലാ ഫങ്ഷനാലിറ്റിയും ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ ഫംഗ്ഷനെയും നമുക്ക് ജെയിൻ ഡോട്ട് പ്രിപ്പയർ ടീ എന്നും അല്ലെങ്കിൽ തോമസ് ഡോട്ട് പ്രിപ്പയർ ടീ എന്നും വിളിക്കാം. ഇനിയിപ്പോൾ ഇവിടെ പ്രിപ്പയർ മീൻ കറി എന്നുണ്ടെങ്കിൽ തോമസ് ഡോട്ട് മീൻ കറി എന്ന് വിളിക്കാം, ജെയിൻ ഡോട്ട് മീൻ കറി എന്നും നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ആക്ച്വലി അത് എന്തൊക്കെയാണോ നിങ്ങൾ അതിൻ്റെ അകത്ത് എഴുതാൻ പോകുന്നത് ഫങ്ഷനാലിറ്റി, അതിനൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ എന്താക്കാം. നിങ്ങൾക്ക് ക്ലാസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കിട്ടിയിട്ടുണ്ടാവും. ഒരു കാര്യമാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മെക്കാനിസം എന്ന് പറയുന്നത് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഹെറിറ്റൻസ് എന്നുള്ളതും പോളിമോർഫിസം എന്ന് പറയുന്നതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചു പോകാനുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് ക്ലാസ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചെടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്.
പറഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളൊന്ന് വീണ്ടും ഇത് മാത്രമല്ല, ഇതല്ലാതെയും വീണ്ടും കുറേ കാര്യങ്ങൾ വേറൊരു ക്ലാസ് തന്നെ ഉണ്ടാക്കി നോക്കൂ. ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ്. ഡോഗ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി ഒന്ന് നോക്കി നോക്കാം. ക്ലാസ് വേരിയബിൾസ്, ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിലെങ്ങാനും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോയിട്ട് നമുക്കൊന്ന് ഇത് ഇതാക്കേ. അതായത് നമ്മളിവിടെ ടീ ബാഗ്സ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൻ്റെ അകത്ത് നിന്നാണ് നമ്മളിപ്പം ടീ ബാഗ്സിനെല്ലാം എടുത്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് നിന്നും ആ പറഞ്ഞിരിക്കുന്ന ടീ ബാഗ്സ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. 89 എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ടീ ബാഗ്സ് 89 ആയിട്ടുണ്ട്. അതായത് അത് മോഡിഫൈ ആയിട്ടുണ്ട് അല്ലേ? അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്ന എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന കാര്യം അല്ലേ, അതിനെ ബ്രേക്ക് ചെയ്യാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ നമുക്ക് അതിൻ്റെ അകത്തിരിക്കുന്ന വേരിയബിൾസിൻ്റെ ആ പറഞ്ഞിരിക്കുന്ന ക്ലാസ്സിൻ്റെ അകത്ത് മാത്രമേ ആ വേരിയബിളിനെ നമ്മൾ മോഡിഫൈ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അതിൻ്റെ സ്കോപ്പ് കുറച്ച് കൊണ്ടുവരിക ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമാണ്. പക്ഷെങ്കിൽ ഇവിടെ ഇപ്പോൾ അത് നമ്മൾ ബ്രേക്ക് ചെയ്തു അല്ലേ. ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, ഇത് ഓക്കെയുമാണ്, പൈത്തൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഓക്കെയുമാണ്. ഈ പറഞ്ഞിരിക്കുന്ന വേരിയബിൾസിനെ നമുക്ക് പുറത്തെടുക്കാം എന്നുള്ളത്. അപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന സാധനത്തിനെ പൈത്തൺ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ എഴുതണം അല്ലെങ്കിൽ അതിൻ്റെ റൂളൊന്നുമില്ല. ഈ പുറത്തുള്ള സാധനം നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ C++ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് പബ്ലിക് വേരിയബിൾ, പ്രൈവറ്റ് വേരിയബിൾ എന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റും. ഇതുപോലെ ആക്സസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമ്പൈൽ ആവത്തില്ല, അത് ഇഷ്യൂ അടിച്ചിട്ട് ഇറങ്ങിപ്പോരും. പക്ഷേ പൈത്തൻ്റെ അകത്ത് അങ്ങനെ ഇഷ്യൂ അടിക്കുന്നില്ല, അത് പുറത്തു നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പൈത്തൻ്റെ ക്രിയേറ്റർ ഗൈഡോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഹൈഡ് ചെയ്യുക എന്നുള്ളത്, ഹൈഡ് ചെയ്യാണ് അല്ലേ, പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. നോർമലി എൻക്യാപ്സുലേഷൻ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഡാറ്റ ഹൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റ ക്ലാസ്സിൻ്റെ ഉള്ളിൽ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, പുറത്തൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതിനെയാണ് ഡാറ്റ ഹൈഡിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നത് പൈത്തണിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിളിന് എതിരാണ്. പൈത്തൺ എന്ന് പറയുന്നത് കുറേ കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി സിമ്പിളായിട്ട് കാര്യങ്ങൾ എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഹൈഡ് ചെയ്ത് വെച്ച് ഒരു സാധനത്തിനെയും ഹൈഡ് ചെയ്ത് വെക്കുന്നത് പൈത്തണിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിളിന് എതിരാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൻ്റെ ഡാറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്ന ബേസ് കോൺസെപ്റ്റിനെ അവൻ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പൈത്തൺ അതിൻ്റെ അകത്ത് നിന്ന് മാറിയിട്ട് ഈ വേരിയബിളിനെ പുറത്തും ക്ലാസ്സിന് പുറത്തും നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ള ഒരു പെർമിഷൻ കൊടുത്തത്. എന്നിട്ട് ഗൈഡോ തന്നെ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന സാധനം നമ്മളെല്ലാം അഡൽട്സ് ആണ്, അപ്പം ഈ പറഞ്ഞിരിക്കുന്ന സാധനം ഇതിൻ്റെ അകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് ഡെവലപ്പറാണ് തീരുമാനിക്കേണ്ടത്. പുറത്ത് ഉപയോഗിക്കരുത് അല്ലേ. പുറത്ത് ഉപയോഗിക്കാതിരുന്നാൽ മതി, ഉള്ളിൽ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻക്യാപ്സുലേഷനായി. അത് അതിൻ്റെ എൻക്യാപ്സുലേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും. പക്ഷെ ആർക്കെങ്കിലും ഇങ്ങനെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെയും കോഡ് എഴുതാം എന്നുള്ളതാണ്. അങ്ങനെ കോഡ് എഴുതുമ്പോൾ എൻക്യാപ്സുലേഷൻ്റെ ഗുണങ്ങളെല്ലാം പോവുമായിരിക്കും, പക്ഷെ സ്റ്റിൽ അയാൾക്ക് എഴുതാം എന്നുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഇങ്ങനെയൊരു സാധനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വഴി ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു നോ എൻട്രി എന്ന് പറയുന്ന ഒരു ബോർഡ് എഴുതാം. ചിലർ ചിലപ്പം കയറി പോവുമായിരിക്കും, ചിലർ നോ എൻട്രി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാതെ ഇങ്ങോട്ട് തിരിച്ചു പോരുമായിരിക്കും. C++ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഒരു പറഞ്ഞിരിക്കുന്ന എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റൂളായിട്ട് തന്നെ ആഡ് ചെയ്ത് അതിനെ പ്രോഹിബിറ്റ് ചെയ്യാണ്, കംപ്ലീറ്റ്ലി പ്രോഹിബിറ്റ് ചെയ്യാണ്. ഡെവലപ്പർക്ക് എഴുതാൻ പറ്റത്തില്ല. പ്രൈവറ്റ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എഴുതി കഴിഞ്ഞാൽ ഡെവലപ്പർക്ക് അതിനെ പുറത്തുനിന്ന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതിനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യുകയാണ്. ഒരിക്കലും ആരെയും കടക്കാൻ പോലും അനുവദിക്കുന്നില്ല. കാരണം C++ എന്ന് പറയുന്നത് ഒരു ടഫ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതിൻ്റെ അകത്ത് അത് ഓക്കെയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു അതിൻ്റെ ഡിസൈൻ അത് ഉണ്ടാക്കിയവർ അതിൻ്റെ ഡിസൈൻ പ്രിൻസിപ്പിൾ ആക്കിയിരുന്നത്. പക്ഷേ പൈത്തൺ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കുന്ന ലാംഗ്വേജ് ആണ്. ഈവൻ ദോ അത് ഊപ്സിനെ കൺസെപ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിലായിരുന്നു പൈത്തൻ്റെ ഡിസൈനേഴ്സ്, പൈത്തൺ ഉണ്ടാക്കിയവർ അതിനെ ഡിസൈഡ് ചെയ്തു. അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് അവിടെ ഇരിക്കുന്നത്. എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതിൽ C++ പോലുള്ള ഒരു ലാംഗ്വേജും പൈത്തൺ പോലുള്ള ലാംഗ്വേജും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നതിലുള്ള ഡിഫറൻസ് ആണ്. പക്ഷേ ജനറലി നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് എൻക്യാപ്സുലേഷൻ ഫോളോ ചെയ്തിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. വലിയ പ്രോജക്റ്റുകളാണെങ്കിൽ നമ്മൾ നേരത്തെ
പ്രീവിയസ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത പോലെ എൻക്യാപ്സുലേഷൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ പുറത്ത് നിന്ന് ആക്സസ് ചെയ്യാതെ എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. നിങ്ങൾക്ക് ക്ലാസ് എഴുതുന്നത് എങ്ങനെയാണെന്നും ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും സെൽഫ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും ഇനിറ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതും ഓരോരോ ഇൻസ്റ്റൻസ് വേരിയബിൾസും അതിൻ്റെ ക്ലാസ് മെത്തേഡ്സുകളും എന്താണെന്നുള്ളതും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 2-3 ക്ലാസ്സുകളൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് ഒരു റിയൽ വേൾഡ് കോൺസെപ്റ്റ് ഉണ്ടാക്കുക. ആ കോൺസെപ്റ്റിനെ ഒന്ന് ക്ലാസ് ആക്കി നോക്കൂ. നിങ്ങളൊരു ഡോഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതൂ, അല്ലെങ്കിൽ കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതൂ. കാറിൻ്റെ അകത്ത് എന്തൊക്കെ വരാം എന്നുള്ളതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. എന്നിട്ട് അതിനെ ഇൻസ്റ്റൻസ് വേരിയബിൾ ആക്കും, മെത്തേഡ്സ് ആക്കും. അങ്ങനെ എന്നിട്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്ത് കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് കംപ്ലീറ്റ്ലി അതിൻ്റെ കോൺസെപ്റ്റ് വൈസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലാസ്സിലുണ്ട്. അതായത് ഇൻസ്റ്റൻസ് വേരിയബിൾസ്, ക്ലാസ് വേരിയബിൾസ്, ഐട്രേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇൻഹെറിറ്റൻസും പോളിമോർഫിസത്തിലോട്ട് പോകുന്നതിന് മുന്നേ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഇവിടെ നിർത്താൻ തോന്നുന്നു. ബൈ.